കൊല്ലത്തെ ജനസഭ തുടരുന്നു. ഞാൻ വീണ്ടും ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. വോട്ടർമാർ ചോദിക്കാം. പെട്ടെന്ന് തന്നെ ചോദിക്കാം. പ്രിയപ്പെട്ട അരുണിനോട് തന്നെയാണ് ചോദ്യം. ഇവിടെ RSPയോട് ചോദിക്കണ്ട, RSPയോട് ചോദിക്കണ്ട, അരുണിനോടാണ് ചോദിക്കുന്നത്. RSPയുടെ പിതൃത്വം ഒക്കെ ഇവിടെ സഖാവ് അരുണിനോട് ചോദിച്ചു. RSPയുടെ പിതൃത്വം എന്താണെന്ന് അരുണിന് വ്യക്തമായി അറിയാം. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇവിടെ പാർലമെന്റിൽ NK പ്രേമചന്ദ്രൻ നടത്തിയ ഓക്കെ, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. NK പ്രേമചന്ദ്രൻ എന്ത് ഇടപെടൽ നടത്തി എന്നാണ് ഇവിടെ ചോദിച്ചത്. ഇവിടെ പലരും ചർച്ച ചെയ്ത്. ഞാൻ പറഞ്ഞത് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു പാർലമെന്റേറിയനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. 4122 ഇടപെടൽ നടത്തിയ ഒരു പാർലമെന്റേറിയനാണ് NK പ്രേമചന്ദ്രൻ. വല്ല തർക്കമുണ്ടോ? ട്രാക്ക് റെക്കോർഡുള്ള ഒരു അതാണ്. നിങ്ങൾ ഒരു കാര്യം സൂചിപ്പിച്ചോ, നിങ്ങൾ ഇവിടുത്തെ സ്ഥാനാർത്ഥി, കൊല്ലത്തിന്റെ സ്ഥാനാർത്ഥി, കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ് പ്രസംഗം വേണ്ട, ചോദ്യം മതി പ്ലീസ്. അപ്പൊ ഞങ്ങളുടെ നേതാവിനും നിങ്ങൾ മറുപടി പറയാനുള്ള അവസരം കൊടുത്തില്ലല്ലോ. അതൊക്കെ പറഞ്ഞോളൂ, പുള്ളി പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് അത് CPM രാഷ്ട്രീയപരമായതിനെ നേരിട്ടു. പക്ഷെ ഇപ്പോ ഇവിടെ മത്സരിക്കുന്ന ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നമുക്കറിയാം, M മുകേഷ്. CPM-ന് ഇവിടെ നേരത്തെ M സ്വരാജിന്റെ കാര്യമൊക്കെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളും ചോദിക്കുക, ഈ CPM-ൽ വേറെ നേതാക്കന്മാരില്ലയോ എന്നുള്ള മറുപടി പറഞ്ഞു. അതിന് വേറെ കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അവർ രാഷ്ട്രീയപരമായിട്ടല്ല അതിനെ കാണുന്നത്. ചോദ്യം ചോദിക്കാൻ പറയും. ചോദ്യം നിങ്ങളല്ല തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിങ്ങളല്ല തീരുമാനിക്കുന്നത്. ചോദ്യമുണ്ടോ? അപ്പൊ ചോദ്യമില്ല, പ്ലീസ്. അടുത്ത ചോദ്യം. എന്തിനാ വെറുതെ സമയം കളയുന്നത്? പ്ലീസ്. ഇവിടെ നമ്മുടെ DYFIയുടെ പ്രതിനിധിയായിട്ടുള്ള, CPM-ന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ അരുൺജി വളരെ വിദഗ്ധമായ രീതിയിൽ പറയട്ടേന്ന് നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കും. എല്ലാവരും വളരെ വ്യക്തമായി നോക്കണം. സ്വന്തം ഒന്ന് ബഹളം വെക്കാതിരിക്കാം. ഇവിടെ വിദഗ്ധമായി പറഞ്ഞു, വേൾഡ് ഹങ്കേഴ്സ് ലിസ്റ്റ്, അതായത് പട്ടിണി സൂചികയില് ഭാരതം, ഇന്ത്യ 112 പറഞ്ഞു. ശ്രീലങ്ക 6 ലിസ്റ്റില് 60ആണ്. ഇന്ന് ശ്രീലങ്ക മണ്ണ് വാരി തിന്നോണ്ടിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞ പട്ടിണി ലിസ്റ്റിൽ. അതാണ് തന്നെ WHO എന്ന് പറഞ്ഞു, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ആ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞത് കോവിഡ് സമയത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നത് ഭാരതത്തിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ കോവിഡ് സമയത്ത് WHO പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നത് ഭാരതത്തില് ഈ പറയുന്ന മുംബൈയിൽ ധാരാവി എന്നാണ്. കണക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത് കേരളത്തിൽ. എന്റെ ചോദ്യം ഇതാണ്. കോൺഗ്രസ് പറയുന്നു റെയിൽവേ സ്റ്റേഷൻ അവരാണ് കൊണ്ടുവന്നതെന്ന്. CPM പ്രതിനിധി പറയുന്നു ബൈപ്പാസ് അവരാണ് കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം DRDO അഗ്നി 5 എന്ന് പറയുന്ന ബാലസ്റ്റിക് മിസൈൽ വിക്ഷേപിക്കുകയുണ്ടായി. അത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിന്റെ നേതാവ് പറഞ്ഞു 105 കോടി ജില്ലാ ആശുപത്രിയുടെ ശ്രീ അരുൺ പറഞ്ഞു, ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി 105 കോടി മുകേഷ് ML നൽകി എന്ന് പറഞ്ഞു. ഇന്നേ ഒരു 6 മാസമായിട്ട് ജില്ലാ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ ഇതുവരെ പ്രവർത്തനമല്ല. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളാണ്. അരുൺ ബാബു, ആശുപത്രിയിലെ പ്രശ്നങ്ങളാണ്. സർക്കാർ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പേ ഇവിടെ യുവമോർച്ചയുടെ നേതാവ് അദ്ദേഹം ഇവിടെ തുടക്കം മുതൽ പ്രകോപനപരമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ ഇടയ്ക്ക് മൈക്ക് കിട്ടിയപ്പോൾ എന്തോ സംഘപ്രവർത്തകരാരും പ്രകോപിതരായിരുന്നു പറഞ്ഞു. അദ്ദേഹം ഇവിടെ ഒരു പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ശൈലി തന്നെ പ്രകോപനം ഉണ്ടാക്കി ക്രിമിനൽ പ്രവർത്തനങ്ങളിലൂടെ നേതാവാകുന്ന ശൈലിയാണ്. അതൊന്നും ഈ കൊല്ലത്തെ ആളുകൾ അംഗീകരിക്കുന്ന കാര്യമല്ല. പിന്നെ ഇവിടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു. ശ്രീലങ്കയിൽ ആളുകൾ ഇങ്ങനെയാണ്, ഉത്തരേന്ത്യയിൽ എല്ലാവരും ആളുകൾ വലിയ നേട്ടമാണ് എന്നൊക്കെയും പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഗുജറാത്ത് സന്ദർശിക്കാൻ വേണ്ടി വന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഗുജറാത്ത് സന്ദർശിക്കാൻ വേണ്ടി വന്ന ഘട്ടത്തിലാണ് ലോക മാധ്യമങ്ങൾ ഗുജറാത്തിനെ ഒന്ന് ഒപ്പിയെടുക്കാൻ ശ്രമിച്ചത്. അഹമ്മദാബാദിന്റെ അടക്കം തെരുവുകൾക്കകത്ത് ടാർപോളിന്റെ കീഴിൽ നരകതുല്യമായ ജീവിതങ്ങൾ ഹോമിച്ചു തീർക്കുന്ന മനുഷ്യന്റെ കാഴ്ച, ഒരു ചെറിയ ടാർപോളിൻ പാളിയുടെ കീഴിൽ, ഒരു ഫ്ലക്സ് ബോർഡിന്റെ കീഴിൽ, ചെറിയ പുൽക്കൂടിന്റെ കീഴിൽ
നരകതുല്യമായ ജീവിതം ഹോമിച്ചു തീർക്കുന്ന ഇന്ത്യൻ സഹോദരങ്ങളുടെ കാഴ്ചകൾ ഈ ലോക മാധ്യമങ്ങൾ ഒപ്പിയെടുത്ത് മനുഷ്യന്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഗുജറാത്തിലെ BJPയുടെ സർക്കാരും ആ ടാർപോളിൻ ജീവിതങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് പുതിയ വീടുകൾ ഒരുക്കി കൊടുക്കുകയല്ല ചെയ്തത്, മറിച്ച് ആ ടാർപോളിൻ ജീവിതങ്ങളെ മതില് കെട്ടി മറച്ച BJPയുടെ ആളുകളാണ് ഇവിടെ വന്നിരുന്ന് പറയുന്നത്. ഇവിടെ പട്ടിണിക്കാരന്റെ രാജ്യമായി മാറുന്നു. ഈ ഉത്തർപ്രദേശിലടക്കം നിങ്ങൾ പ്രതിമകൾ പണിയുന്ന ഈ രാജ്യത്തിനകത്ത് മനുഷ്യൻ പട്ടിണി കൊണ്ട് യാചിക്കുമ്പോൾ ഈ കേരളം ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടു കൂടി പറയുകയാണ് ഞങ്ങൾ പട്ടിണിക്കാരില്ലാത്ത നാടായി മാറുമെന്ന് പറഞ്ഞപ്പോ അന്തസ്സുണ്ടെങ്കിൽ കൈയടിക്കണം. പട്ടിണിയില്ലാത്ത നാടാക്കി മാറ്റുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ പറയട്ടെ, ചോദ്യത്തിലേക്ക് വരട്ടെ. ഞാൻ പറയട്ടെ അവിടെ ഈ കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് പറഞ്ഞു. കൊല്ലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും കൊല്ലത്തിന്റെ MPയും എന്ത് വികസനമാണ് നടത്തിയത്? റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് തന്നെ എടുക്കാം. കഴിഞ്ഞ അതൊക്കെ പറഞ്ഞല്ലോ, ഒറ്റ കാര്യം, ഒരു ട്രെയിനിന്റെ കാര്യം മാത്രം, ഒരു ട്രെയിനിന്റെ കാര്യം മാത്രം. എന്റെ ചോദ്യത്തിന് മറുപടി, ഒരു പുതിയ ട്രെയിൻ അനുവദിച്ചു, കൊല്ലം വേളാങ്കണ്ണി താമ്പൂലം എക്സ്പ്രസ്. ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ആ ട്രെയിനിന്റെ വരവ് കണ്ടു. കാരണം ആ ട്രെയിനിന്റെ മുമ്പിൽ 3 പേരുടെ വലിയ കട്ടൗട്ട്. ഞാൻ വിചാരിച്ചു ഇനി നരേന്ദ്രമോദിയും NK പ്രേമേന്ദ്രനും കൊടിക്കുന്ന് സുരേഷും ഇടയ്ക്കിടെ നടുക്കും 2 സൈഡിലും നിന്ന് ട്രെയിനിന്റെ മുമ്പിൽ നിന്ന് വരുമെന്നാണ്. അടുത്ത് വന്നപ്പോഴാണ് കണ്ടത് വലിയ കട്ടൗട്ടാണ്. അങ്ങനെ വലിയൊരു ആഘോഷപൂർവ്വം ഒരു ട്രെയിൻ വന്നു. ഇപ്പോൾ അടുത്ത സമയത്ത് ഞാൻ പുല്ലൂര് പോയപ്പോൾ ഒരു അമ്മച്ചി, ഞങ്ങൾ മുകേഷ് സാറിന്റെ സ്വീകരണമായി പോയപ്പോഴാണ് പറഞ്ഞത്, മോനെ ഞാൻ ആ താമ്പോലം എക്സ്പ്രസിൽ വേളാങ്കണ്ണി പോയി, എൻ്റെ ഭക്തി തന്നെ ഇല്ലാതായി. ശനിയാഴ്ച ഞാൻ എന്നെ ട്രെയിനകത്ത് ആ കാലന്മാർ കൊണ്ടുവന്നത് വേളാങ്കണ്ണിയിലാക്കി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ട്രെയിൻ അവിടെ തിരിച്ചു വന്നത്. ഞാൻ പട്ടിണി കൊണ്ട് എൻ്റെ ജീവിതം തന്നെ എന്റെ ഭക്തിയെ പോയി, എല്ലാം പോയി എന്ന നിലയിലേക്ക് ആഴ്ച ഒരിക്കലാണ് ആ ട്രെയിൻ. അതുപോലെ തിരുപ്പതി ട്രെയിനുമായി ബന്ധപ്പെട്ടപ്പോൾ വന്നു കൊല്ലത്തിന്റെ ഗതാഗതം, റെയിൽവേ ഗതാഗതം, കൊല്ലത്തിന്റെ റെയിൽവേ ഗതാഗതം ഏത് നിലയിലാക്കി? പുതിയ ട്രെയിനുകൾ അനുവദിച്ചു. തിരുവിതാംകൂറിലെ ഒന്നാമത്തെ റെയിൽവേ പാതയാണ് കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാത. എന്താണ് അവസ്ഥ? നിങ്ങൾക്ക് ആത്മാഭിമാനത്തോടുകൂടി എന്താണ്? നിരവധി റെയിൽവേ സ്റ്റേഷനുകൾ, എഴുവോണല റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ പുല്ലൂർ റെയിൽവേ സ്റ്റേഷൻ, കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ, ഇതെല്ലാം ഹാൾട്ട് റെയിൽവേ സ്റ്റേഷനാക്കി, ടിക്കറ്റ് കൗണ്ടറുകൾ ഇല്ലാതാക്കി, ഇൻഫർമേഷൻ കൗണ്ടറുകൾ ഇല്ലാതാക്കി. ഇതെല്ലാം ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതെ, അല്ല, ആശുപത്രിയെ കുറിച്ച് ചോദിച്ചത് കൊല്ലം ചെങ്കോട്ട ദേശീയ പാതയുടെ വികസനം. അദ്ദേഹം ഈ കൊല്ലത്തെ UDFന്റെ സ്ഥാനാർത്ഥി കുറെ പ്രസംഗങ്ങൾ നേരത്തെ ഇവിടെ RSPയുടെ ഒരു പ്രതിനിധി ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ 400ഓളം പ്രസംഗങ്ങൾ നടത്തി. ഇദ്ദേഹത്തിന്റെ ആകെ പണി എന്ന് പറഞ്ഞാൽ, ഞാൻ അവർക്ക് വേണ്ടി ഇന്നത് പ്രസംഗിച്ചു, ഞാൻ റോഡിന് വേണ്ടി അത് പ്രസംഗിച്ചു, പാലത്തിന് വേണ്ടി പ്രസംഗിച്ചു, അതുപോലെ പൗരത്വ നിയമത്തിന് വേണ്ടി നിർമ്മല സീതാരാമനാണ് അടുത്ത പ്രധാനമന്ത്രിയാവാൻ നല്ലതെന്ന് പറയും. അങ്ങനെ ഒരേ സമയം RSSനൊപ്പവും ഒരേ സമയം കോൺഗ്രസിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വികസനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കൊല്ലം ജില്ലാ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊല്ലം ജില്ലാ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ആ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ പുതിയ ബ്ലോക്ക് ഉണ്ടാക്കി, കാഷ്വാലിറ്റി ബ്ലോക്ക് ഉണ്ടാക്കി, വിക്ടോറിയ ഹോസ്പിറ്റലിൽ പുതിയ ബ്ലോക്ക് ഉണ്ടായി. അവിടെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നു. അവിടെ CT സ്കാൻ മിഷൻ കൊണ്ടുവന്നു. അതുപോലെ തന്നെ കോടിക്കണക്കിന്, ഇപ്പോ 200 കോടിയോളം. ഇതൊക്കെ തെറ്റായ ആരെങ്കിലും പറയുന്നത് നിരവധി വികസന പ്രവർത്തനം നോക്കുമ്പോ ഈ കൊല്ലത്തെ സാധാരണപ്പെട്ട ആളുകളുടെ അവരുടെ ക്ഷേമത്തിൽ ഊന്നിയതുകൊണ്ടുള്ള വികസനമാണ് കൊല്ലത്തെ വിക്ടോറിയ ഹോസ്പിറ്റലും അതുപോലെ ജില്ലാ ആശുപത്രിയിൽ നടക്കുന്നത്. ഇവർ അധികാരത്തിലിരുന്നപ്പോൾ ESI ഹോസ്പിറ്റൽ നഷ്ടപ്പെടുത്തിയില്ലേ? അത് LDF സർക്കാരല്ലേ ഏറ്റെടുത്തത്. ആശ്രാമത്തെ സൂപ്പർ
സ്പെഷ്യാലിറ്റിയുടെ അവസ്ഥ യുവമോർച്ച നേതാവിന് അറിയാമോ? Yes, തീർന്നു മറുപടി സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ അവസ്ഥ ഇതാണ് അവസ്ഥ. അരുൺ ഒന്ന് സഹായിക്കും പ്ലീസ്. അല്ല ഈ ഇദ്ദേഹം കുറെ നേരം കൊണ്ട് ഹങ്കർ ഇൻഡെക്സ് പറഞ്ഞിട്ട് ഒരു സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. WHH ഇതാണ് ഇദ്ദേഹത്തിന്റെ ഹങ്കർ ഇൻഡെക്സിന്റെ പുറകിൽ പ്രവർത്തിച്ച സ്ഥാപനം. വെൽറ്റ് ഹങ്കർ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനം തട്ടിക്കൂട്ടർ NGO ജർമ്മനി കേന്ദ്രീകരിച്ച് 62 ഉണ്ടായ ഒരു സ്ഥാപനം. ഒരു മിനിറ്റ് അരുണേ, ഒരു മിനിറ്റ് മറുപടി പറയട്ടെ. ഉണ്ടായ ഒരു സ്ഥാപനം ഒരു കണക്കെടുത്ത് വെച്ച് അവതരിപ്പിച്ചു. രാജ്യം ഇന്ത്യ 111ാമത്തെ സ്ഥാനത്താണ്. 125 അതല്ല തെറ്റാണെങ്കിൽ പറഞ്ഞ തെളിവ് ഞാൻ പറയുന്നത് ഒരു നിമിഷം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഷമീറിന്റെ പുറകെ നിൽക്കുന്ന ആള് തെളിവുത 1962 ജർമ്മനിയിൽ ഉണ്ടായ ഒരു സംഘടന ഒരു കള്ളക്കണക്ക് നാളെ ഞാൻ ഷമീറിനെയും ഇവിടെ ഇരിക്കുന്ന 4-5 പേരെ വെച്ചിട്ട് NGO ഉണ്ടാക്കിയിട്ട് പറയാണ് കേരളം മൊത്തം പട്ടിണിയാണ്, ഈ രാജ്യം ഈ സംസ്ഥാനം ലോക സംസ്ഥാനങ്ങൾക്കിടയിൽ 1 ലക്ഷം നിൽക്കുകയാണെന്ന് പറഞ്ഞു. നരേന്ദ്രമോദിയും വെറുതെ ക്യാപ്സൂൾ അടിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം റെയിൽവേ സ്റ്റേഷന്റെ കാര്യങ്ങൾ. റെയിൽവേ സ്റ്റേഷൻ കിടന്ന് കളിക്കുകയാണല്ലോ. 361 കോടി രൂപയുടെ വികസന പ്രവർത്തനം. സമ്മതിക്ക് 2026 ജനുവരി മാസം 21 മുമ്പ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഈ റെയിൽവേ ഞാൻ പറയാം. ഏറ്റവും മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് നിങ്ങളെ മേയറൂട്ടി ആര്യ രാജേന്ദ്രൻ ഉണ്ടാക്കിയ കാർ പാർക്കിംഗ് അല്ല, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, പ്ലാറ്റ്ഫോം സ്ലൈഡിംഗ്, ഇങ്ങനെ തുടങ്ങി 361 കോടിയുടെ വികസനം. ഓരോ റെയിൽവേ സ്റ്റേഷനും വികസിക്കുക, അടിസ്ഥാന സൗകര്യ വികസനം എല്ലാം ഉണ്ടായിരിക്കുക. ഇവിടെ പ്രേമേന്ദ്രൻ ചെയ്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇവിടെ RSPക്കാര് ഇപ്പൊ പ്രേമേന്ദ്രനെ വിളിക്കുന്നത് പ്രേമലു എന്നാണ്, പക്ഷേ ഞങ്ങൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെ ഫ്ലെക്സലു എന്നാണ്. ഏതെങ്കിലും പദ്ധതി കേന്ദ്രത്തിൽ പ്രഖ്യാപിച്ച അതിന്റെ പിറ്റേന്ന് ഫ്ലെക്സ് വെക്കും. ഫ്ലെക്സലു, കൊല്ലത്തിന്റെ ഫ്ലെക്സലു ആണ് ശ്രീ NK പ്രേമേന്ദ്രൻ. എന്തായാലും രണ്ട് കൂട്ടരും റെയിൽവേ വികസനം കൊല്ലം മണ്ഡലത്തിലുണ്ട് എന്ന് സമ്മതിച്ചതിൽ സന്തോഷം. മാത്രമല്ല ഈ രാജ്യം മുഴുവനുണ്ട്. ഈ രാജ്യം മുഴുവനുണ്ട്. ഈ രാജ്യം മുഴുവനുണ്ട്. പറയാൻ അനുവദിക്കൂ. ഏറ്റവും രസകരമായി പദ്ധതി നടപ്പിലാക്കാൻ അറിയാമെങ്കിൽ ഞങ്ങൾ ഫ്ലെക്സ് വെക്കും. അതിനകത്ത് അസൂയപ്പെട്ട് നിങ്ങൾ എന്ത് നടപ്പാക്കിയതാണ്? മറുപടി പറയട്ടെ. കൊല്ലം പോർട്ടിന്റെ അവസ്ഥ എന്താണ്? അവസ്ഥ നരേന്ദ്രമോദി ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിമാർ. രണ്ടുപേരുടെ മൈക്ക് ഓഫ് ഞാൻ പറഞ്ഞോട്ടെ. നരേന്ദ്രമോദി ഡൽഹിയിൽ ഇരുന്ന് കവടി നിരത്തി കൊല്ലത്ത് വികസനം കൊണ്ടുവന്നു എന്ന് BJP പ്രതിനിധി പറഞ്ഞതിനെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ പ്ലീസ്. ഇദ്ദേഹം ആദ്യം ചർച്ച തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു പ്രേമചന്ദ്രൻ വികസന പ്രവർത്തനങ്ങളിൽ ഇടപെട്ടതിന്റെ കത്തും രേഖ. ഞാൻ പ്രേമചന്ദ്രന്റെ ഫേസ്ബുക്ക് ലിങ്കും ഔദ്യോഗിക സോഷ്യൽ മീഡിയ ലിങ്കും ഞാൻ താങ്കൾക്ക് വാട്സപ്പിൽ അയച്ചു തരാം. അതിനകത്ത് അദ്ദേഹം പാർലമെന്റിനകത്തും കേന്ദ്രമന്ത്രിമാരെ നേരിൽ കണ്ടു നിരന്തരമായി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ. നിങ്ങൾക്ക് കേരളത്തിൽ MP-മാരില്ലാത്തതുകൊണ്ട് നിങ്ങൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളുടെ MP-മാരുടെ മണ്ഡലത്തിൽ ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് റെയിൽവേ നടപ്പിലാക്കാൻ സാധിക്കാതെ പോയിട്ടുള്ളതിന് പ്രേമചന്ദ്രൻ എന്ത് ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന് ഒരു നിമിഷം ഒറ്റക്കാര്യം ഇടപ്പള്ളിക്കോട്ട പരിമണം 3 സ്ഥലങ്ങളിൽ കുറെ പാവത്തങ്ങൾ അടിപ്പാതയ്ക്ക് വേണ്ടിയിട്ട് സമരമായിട്ടിരിക്കുക. ചെയ്യാൻ പറ്റാത്തത് എന്താ മിണ്ടാതിരിക്കുന്നത്? ഗ്രീൻഫീൽഡ് ഹൈവേ അവിടെ അടിപ്പാത വരുത്തില്ല എന്ന് BJP നേതാവിനോട് ആരാ പറഞ്ഞത്? അവിടെ അടിപ്പാത വന്നിരിക്കും. അവസാനത്തെ പാർലമെന്റ് സെക്ഷനിലും ഈ പറഞ്ഞ പാർലമെന്റിനകത്ത് ഉന്നയിച്ച് അവിടെ അടിപ്പാത വന്നിരിക്കും. BJP നേതാവിനും DYFI നേതാക്കൾക്കും
ഒരു സംശയവും വേണ്ട, അവിടെ അടിപ്പാത വന്നിരിക്കും. ആ അടിപ്പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും. കൊല്ലത്തെ ജനസഭ തുടരും. കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകും. കൊല്ലത്തെ ജനസഭ ചർച്ച അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി 15 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. വീണ്ടും ചോദ്യങ്ങളിലേക്ക് ചോദിക്കാം. പെട്ടെന്ന്. എൻ്റെ ചോദ്യം ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയോടാണ്. ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ചോദിച്ചു, പ്രേമേന്ദ്രൻ പാർലമെന്റിൽ പോയി പ്രസംഗിക്കുന്നു. പാർലമെന്റിൽ പിന്നെ എന്തിനാണ് ജനങ്ങൾ ഒരു ജനപ്രതിനിധിയെ ജയിപ്പിച്ചു വിടുന്നത്? ചോദ്യങ്ങൾ ചോദിക്കാനല്ലേ, ചർച്ചകൾ നടത്താനല്ലേ, ഇടപെടലുകൾ നടത്താനല്ലേ, അല്ലേ? അസഹിഷ്ണുത കാണിക്കലല്ലേ? അങ്ങോട്ട് നോക്കരുത് പ്ലീസ്. നിങ്ങൾ ചോദിക്കൂ. ചായ കുടിക്കാതെയൊന്നും പറയണ്ട. ചോദ്യം അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് പ്ലീസ്. ഒരു മറുപടി കൂടെ പറയാം. മറുപടി പാർലമെന്റിലെ NK പ്രേമേന്ദ്രൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വികസനം കൊല്ലം പാർലമെന്റിൽ നടന്നിരിക്കും. അത്ര മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ചോദ്യമില്ല. ചോദിക്കൂ പ്ലീസ്. ചോദ്യം. ഹലോ അതായത് രണ്ടുപേരോടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. രണ്ടുപേരുമായി ഇഷ്ടംപോലെ ഒരു രണ്ട് UDF-ഉം LDF-ഉം ഇവർ 50 വർഷത്തിൽ കൂടുതലായി ഇവിടെ 2 MP-മാർ ഇവിടെ ഭരിച്ചു കഴിഞ്ഞ് ഇവിടെ നല്ലൊരു ഒരു നല്ലൊരു ബസ് സ്റ്റാൻഡ് ഇല്ല. അവിടെ നല്ലൊരു ബസ് സ്റ്റാൻഡ് ഈ കൊല്ലം ജില്ലയിലുണ്ടോ? കൊല്ലത്തെ ജംഗ്ഷനിൽ ഒരു നല്ല ബസ് സ്റ്റാൻഡ് ഉണ്ടോ? ഇവിടെ KSRTC ബസ് സ്റ്റാൻഡ് കിടക്കിയ ചോദിക്കേണ്ട ചോദ്യം ചോദിക്കൂ പ്ലീസ്. അതായത് നിങ്ങൾ ഇത്രയും നാൾ ഇവിടെ ഭരിച്ചിട്ട് ഒരു നല്ലൊരു ബസ് സ്റ്റാൻഡ് പണിയാൻ നിങ്ങൾ ബസ് സ്റ്റാൻഡ് ഇല്ല. അടുത്തത് പ്ലീസ്. ബസ് സ്റ്റാൻഡ് ഇല്ല. KSRTC ബസ് സ്റ്റാൻഡ് വളരെ മാലിന്യ കുമാരമായിട്ട് കിടക്കുകയാണ്. ഇതെല്ലാം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നില്ല? അരുണേ പെട്ടെന്ന് മറുപടി. ബസ് സ്റ്റാൻഡ് ഇല്ല, മാലിന്യ കൂമ്പാരം. കൊല്ലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇപ്പോ KSRTC ബസ് ടെർമിനലിന് പെട്ടെന്ന് മറുപടി പറയാം പ്ലീസ്. ബന്ധപ്പെട്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിന്നക്കടയിൽ നമ്മുടെ ബസ് വേ, വളരെ മനോഹരമായ ബസ് വേ ഇവിടെ PK ഗുരുദാസൻ സഖാവിന്റെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. KSRTC ബസ് ടെർമിനൽ ഇവിടെ ഇപ്പോൾ അതിന്റെ ഫണ്ട് അനുവദിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. ടെൻഡർ അടക്കമായിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഒരു കാര്യം കൂടി ഞാൻ വേണ്ടി പറയാം. ഈ നേരത്തെ ഇവിടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒറ്റ കാര്യം റെയിൽവേ വേണോ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. റെയിൽവേയുമായി ബന്ധപ്പെട്ട് പാർക്കിങ്ങിന് സൗകര്യം ഉണ്ടായെന്ന് പറഞ്ഞു. ഈ ട്രെയിനുകളൊന്നും മാന്യമായി ഓടിക്കുക, സമയത്ത് ഓടിക്കുക. നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. നിങ്ങൾ പാർക്കിംഗ് എല്ലാ ട്രെയിനുകളും പോകുന്നു. അതുപോലെ ഇവിടെ നേരത്തെ അദ്ദേഹം ചോദിച്ച കാര്യം പറഞ്ഞു. ഒരു ട്രെയിനുമല്ല, അല്ല ഇവിടെ നേരത്തെ ഏത് ട്രെയിനാണ് നേതാവ് പറ. ഈ ഇവിടെ വന്ദേ ഭാരതും അതുപോലെ തന്നെ നിരവധി ട്രെയിനുകൾ ഈ കൊല്ലത്തൂടെ ഓടുന്ന എല്ലാ ട്രെയിനുകളും വൈകിയാണ്. ഇവിടെ ഡെയിലി സർവീസ് നടത്തുന്ന വേണാട്, ഞാൻ പോകുന്ന ട്രെയിനാ. വേണാട് സമയത്താ, പരശുരാമ സമയത്താ, ജയന്തിയുടെ സമയത്താ, സമയത്താ, കേരള സമയത്താ, യാത്രക്കാർക്ക് വൈകിയാണ് ഓടുന്നത്. എല്ലാ ട്രെയിനുകളും വൈകോട്ടെ. ഒരു കാര്യം അവിടെ പറഞ്ഞല്ലോ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ UDF-ന്റെ ആളുകൾ ഒരു ചോദ്യത്തിനുള്ള ഒറ്റ കാര്യം. NK പ്രേമേന്ദ്രൻ പാർലമെന്റിൽ പ്രസംഗിക്കാനാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. ഇവിടെ അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ നമ്മൾ കേട്ടതാണ്. എന്താണ്? പറയട്ടെ. ഇവിടുത്തെ കേരളത്തിലെ പാവപ്പെട്ട, കൊല്ലത്തെ പാവപ്പെട്ട കോൺഗ്രസ്സുകാരെല്ലാം NK പ്രേമേന്ദ്രന് വേണ്ടി UDF-കാരും കോൺഗ്രസ്സുകാരും എല്ലാം വോട്ട് ചോദിച്ച് നടക്കുന്ന ഈ സമയത്ത് അദ്ദേഹം ഇവിടെ തൊട്ടടുത്തൊരു കോളേജിൽ പോയി പ്രസംഗിച്ചത് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാകാൻ കൊള്ളാവുന്നത് എന്താണ്? നിർമ്മല സീതാരാമൻ എന്നാണ്. അതുപോലെ അവിടെ പോയി പാർലമെന്റിന്റെ ക്യാൻറ്റീനിൽ പോയി നരേന്ദ്രമോദി ഭക്ഷണം കഴിക്കുന്നു. ഇവിടെ കുണ്ട്രയിൽ ഒരു യോഗത്തിൽ പോയി പറയുന്നത് ഇന്ത്യ നരേന്ദ്രമോദിയാണ് പറഞ്ഞാൽ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന്. അങ്ങനെ വികസന നായകനെ അവതരിപ്പിക്കുന്നു. ഈ സമയത്ത് ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിയെ BJP-ക്കാർ അടിക്കാവൊട്ടിക്കാണ്. ആ സമയത്താണ് നിർമ്മല സീതാരാമനാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയുടെ തോളെ കൈയിട്ടുകൊണ്ട് നടക്കുന്നത്. ഈ നിലയിലേക്ക്
ആളുകൾക്കാണ് എനിക്ക് മറുപടി പറയാം. എനിക്ക് വിഷ്ണുവിനോട് അരുണേ, വിഷ്ണുവിനോട് ഒറ്റ ചോദ്യം, ചോദ്യം ചോദിക്കാവുള്ളൂ. ചോദ്യം. എനിക്ക് വിഷ്ണുവിനോട് ഒറ്റ ചോദ്യം ചോദിക്കാവുള്ളൂ. വിഷ്ണു, ശ്രീമാൻ NK പ്രേമേന്ദ്രൻ ഇലക്ഷൻ കഴിഞ്ഞിട്ട് RSPയിൽ തന്നെ ഉണ്ടാകുമോ എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉണ്ടോ? അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം, ഒരു ചോദ്യം, നിർമ്മലാ സീതാരാമൻ അടുത്ത പ്രധാനമന്ത്രിയാകാൻ യോഗ്യ എന്ന് പറഞ്ഞതിനകത്ത് വിഷ്ണുവിന്റെ അഭിപ്രായം എന്താണ്? നരേന്ദ്രമോദിയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ യോഗ്യൻ എന്ന് പറഞ്ഞതിനകത്ത് ഈ മൂന്ന് കാര്യങ്ങൾക്കകത്തും വിഷ്ണുവിന്റെ അഭിപ്രായം എന്താണ്? ഞാൻ പറഞ്ഞോട്ടെ, ഈ കേസുകളെല്ലാം കൂടി വന്ന് കുന്നുകൂടി പിണറായി വിഷ്ണു എന്തിനാ അങ്ങോട്ട് പോണേ? കേസിന്റെ ഒന്നും മുമ്പിൽ അടിപതർന്ന ആളല്ല സഖാവ് പിണറായി വിജയൻ. അത് വിഷ്ണുവിന് അറിയാത്തോണ്ടാ. കേസിന്റെ മുമ്പിൽ അടിപതർന്ന ആളല്ല സഖാവ് പിണറായി വിജയൻ. കാണുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അരുൺ ബാബുവിനും ചായ കുടിക്കാൻ പോയ BSP MP അങ്ങ് പോയി. ചായ കുടിക്കാൻ പോയ BSP അങ്ങ് പോയി. പത്മജ പോയി. അനിൽ ആന്റണി പോയി. ഇനി ഇവിടെ അവശേഷിക്കുന്ന മറുപടി പറയട്ടെ. ചോദ്യം ചോദിച്ച പിന്നെ ഉപചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് ശേഷം ഉപചോദ്യം ചോദിക്കാം. നിർമ്മലാ സീതാരാമനെയും നിങ്ങളുടെ മുഹമ്മദ് റിയാസ് ഇന്നലെ മാഹി പാലത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിങ്ങളുടെ മുഹമ്മദ് റിയാസ് ഇന്നലെ എന്താ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞത്? നരേന്ദ്രമോദി പ്രധാനമന്ത്രി, ഇന്ത്യയിൽ അദ്ദേഹം മലയാളത്തിൽ പ്രസംഗിക്കേണ്ടുന്ന മുഹമ്മദ് റിയാസ് നരേന്ദ്രമോദിക്ക് മനസ്സിലാകാൻ വേണ്ടി ഇന്ത്യയിൽ താങ്കളെ ഞങ്ങൾ കേരളത്തിലേക്ക് കാത്തിരിക്കുന്നു, കേരളത്തിലേക്ക് താങ്കൾ വരാൻ കാത്തിരിക്കുന്നു എന്ന് മുഹമ്മദ് റിയാസ് ഇന്നലെ പറഞ്ഞിട്ട് പ്രേമചന്ദ്രൻ പറഞ്ഞു. ഞാൻ പറഞ്ഞോട്ടെ, എന്റെ ഫോണിലുണ്ട്, എന്റെ ഫോണിലുണ്ട്. രണ്ട് ചോദ്യം ചോദിച്ചോട്ടെ. ഒരു നിമിഷം. എല്ലാവരും പോയി. വനിതകൾ ചോദിക്കട്ടെ. ചോദിക്കൂ. എനിക്ക് ചോദിക്കാനുള്ളത് BJP പ്രതിനിധിയോടാണ്. പ്ലീസ്. ഇപ്പോ മോദി ഗ്യാരണ്ടി കാലമാണല്ലോ. നിങ്ങൾ ഈ 10 വർഷം മുമ്പ് അധികാരത്തിലേറുമ്പോഴത്തേക്ക് എന്തെല്ലാം ഇത്തരത്തിൽ കുറെ ഗ്യാരണ്ടികൾ തന്നിട്ടാണ് അധികാരത്തിലേറിയത്. എന്ന് വെച്ചിരുന്നാല് 50 രൂപയ്ക്ക് പെട്രോൾ തരുമെന്നും 2 കോടി തൊഴിൽ തരുമെന്നും ഇത്തരത്തിൽ 2 കോടി തൊഴിൽ തരുമെന്നും പെട്രോൾ ഡീസലിന്റെ വില കുറയ്ക്കുമെന്നും ഒക്കെയുള്ള വലിയ വലിയ ഗ്യാരണ്ടികൾ പറഞ്ഞ് തന്നെ നിങ്ങൾ അധികാരത്തിലേറി. ഇന്നിപ്പോ 10 വർഷം പിന്നിട്ട് നമ്മൾ അടുത്ത 2024 നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് നേരിടുമ്പോഴും ചോദിക്കുകയാണ്, മണിപ്പൂരിന്റെ അവസ്ഥ എന്താണ്? മണിപ്പൂര് സ്ത്രീ ചോദ്യമാണ് പറയുന്നത്. ചോദ്യമാണ് അവിടെ പറയട്ടെ, ചോദിക്കട്ടെ. മണിപ്പൂരിന്റെ അവസ്ഥയാണോ അറിയേണ്ടത്? സ്ത്രീകൾക്ക് എന്ത് ഗ്യാരണ്ടിയാണ് നരേന്ദ്രമോദിക്ക് കൊടുക്കാനായിട്ടുള്ളത്? നരേന്ദ്രമോദി എന്ത് ഗ്യാരണ്ടിയാണ്? അതുപോലെ ചോദിച്ചു തീർന്നില്ല. കേരളത്തിൽ നിങ്ങൾ പെൻഷന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ കേരളത്തിൽ എത്ര ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുക്കുന്നത്? എത്ര രൂപയാണ് നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നത്? അതൊന്ന് വ്യക്തമാക്കിക്കൊള്ളാം. ഒരു ചോദ്യം കൂടെ. 4 ലക്ഷം രൂപ മറുപടി പറയാൻ 4 ലക്ഷം രൂപ നിങ്ങൾ ലോൺ PMA വഴി ലോൺ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തരുന്നത് 72,000 രൂപയാണ്. എന്നിട്ട് നിങ്ങൾ മോദിയുടെ പടം, നരേന്ദ്രമോദിയുടെ പടം പറയട്ടെ, ഞാൻ പറഞ്ഞു തരുന്നിട്ട് സാർ മറുപടി പറഞ്ഞോ. പിന്നെ 72,000 രൂപ തരുന്ന നിങ്ങൾ പറയുന്നു നരേന്ദ്രമോദിയുടെ പടം വീട്ടിൽ പ്രദർശിപ്പിക്കണമെന്ന്. അതിന്റെ ആവശ്യം എന്താണ്? ചോദിച്ച ചോദ്യം മോദിയുടെ ഗ്യാരണ്ടി. ഈ നാട്ടിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അങ്ങ് കാണുന്ന ഈ നാഷണൽ ഹൈവേ മോദിയുടെ ഗ്യാരണ്ടിയാ. എന്താണ് PM കിസാൻ സമ്മാൻ നിധി 16 തവണ കുടിശ്ശികയില്ലാതെ കൊടുത്തു. മോദിയുടെ ഗ്യാരണ്ടിയാ. ഈ നാട്ടിലെ പാവപ്പെട്ട വീടുകളിൽ കുടിവെള്ള മിഷൻ മോദിയുടെ ഗ്യാരണ്ടിയാ. ഈ നാട്ടിലെ വീട് കൊടുത്തു. ഈ പറയുന്നുണ്ടോ? ഏതാണ് ആ 15 ലക്ഷം ഗ്യാസിന്റെ വില എത്ര? 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുന്നുണ്ടോ? ആ 15 ലക്ഷം എവിടാണ്? ഒന്നും നടന്നിട്ടില്ല. അവസാനം പറഞ്ഞ ഭാരതരി എന്തേ? ഭാരതരി പോസ്റ്റ് ഒട്ടിക്കാൻ പോലും കൊള്ളത്തില്ല. കണക്കിന് ഗ്യാരണ്ടി കിസാൻ സമ്മാൻ നിധി കർഷകർക്ക്. കൃഷിക്കാരൻ അവിടെ ഡൽഹിയിൽ സമരം നടത്തില്ല.
കൃഷിക്കാരെ സമരം നടത്തിയ, ഡൽഹിയിൽ സമരം നടത്തിയ, അവിടെ സമരം നടത്തിയ എന്താ ബുക്കി നോക്കണം. അരുൺ ചോദ്യം അദ്ദേഹത്തോടാണ്, പ്ലീസ് അതേ പറയട്ടെ. നിങ്ങൾ ഫ്ലെക്സിന്റെ കാര്യം പറഞ്ഞു, ദേ ഇപ്പൊ റേഷൻ കടകളിലെല്ലാം മറുപടി പറയട്ടെ. ബിജെപിക്കാരന്റെ പോസ്റ്റ് ഒട്ടിക്കാൻ പോലും കൊള്ളത്തില്ല. ബിജെപിക്കാരന്റെ പോസ്റ്റ് പോലും ഒട്ടിക്കാൻ കൊള്ളാത്ത നിലയിൽ മോശപ്പെട്ട അരി കൊടുത്തു. ഭാരതരി എന്ന് പറഞ്ഞു ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. ഗരീബ് കല്യാണ അന്നയോജന 35 കിലോ റേഷൻ മോഡിയുടെയാ. ഇതെല്ലാം മോഡിയുടെ ഗ്യാരണ്ടിയാ. നിങ്ങൾക്കൊന്നും. പിന്നെ നിങ്ങൾ മണിപ്പൂര് പറഞ്ഞല്ലോ, മണിപ്പൂർ മറുപടി മോദിയുടെ ഗ്യാരണ്ടിയാ. മണിപ്പൂർ വേണ്ട നിങ്ങൾക്ക്. മോദിയുടെ ഗ്യാരണ്ടിയാണ്. മണിപ്പൂരിൽ പാവപ്പെട്ടവരെ കൊന്നതും അതുപോലെ സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയതെല്ലാം മോദിയുടെ ഗ്യാരണ്ടിയാണോ? കലാപങ്ങളെ തള്ളി പറയാന് അവിടുത്തെ ക്രിസ്ത്യൻ സഭാ മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ തയ്യാറായ സാധനമാണ്. നിങ്ങൾ മണിപ്പൂരിൽ നടന്നത് വസ്തുതയല്ലേ? നമ്മുടെ സഹോദരിമാരെ തെരുവിലൂടെ മാനഭംഗപ്പെടുത്തി നടത്തിയത്, പള്ളികൾ പൊളിച്ചത്, കന്യാസ്ത്രീകളെ ആക്രമിച്ചത്, പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കിയത്, അതെല്ലാം മണിപ്പൂരിൽ പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കിയത്, തെരുവുകൾക്കകത്ത് നമ്മുടെ സഹോദരിമാരെ നഗ്നരാക്കി നടത്തിയത്, അതെല്ലാം മോഡിയുടെ ഗ്യാരണ്ടിയാണോ? മോഡിയുടെ ഗ്യാരണ്ടിയാണോ? അല്ലല്ലോ, ചോദ്യം ഇദ്ദേഹത്തോടല്ലേ. ഒരു മര്യാദ കാണിക്കാറുണ്ട്. നിങ്ങൾ ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവല്ലേ? പ്ലീസ് മറുപടി പറയട്ടെ. അദ്ദേഹത്തോടല്ലേ ചോദിച്ചത്. മണിപ്പൂരിലെ വംശീയ കലാപം നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിനുള്ള ശേഷം ഉണ്ടായതല്ല. ഒരു മിനിറ്റ് കാലങ്ങളായിട്ടേ അവിടുത്തെ വംശീയകലാപമുണ്ട്. എന്താ ഇപ്പോഴത്തെ കലാപത്തിന്റെ കാര്യം? അവിടുത്തെ ഹൈക്കോടതി പാസാക്കിയ ഒരു നിയമം, കുറച്ച് വിഭാഗങ്ങളും കൂടി ട്രൈബ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തണം. കലാപമുണ്ടായി, കലാപം നിയന്ത്രിച്ചു, മരണങ്ങളുണ്ടായി, സത്യമാണ്, അംഗീകരിക്കുന്നു. പക്ഷേ ഒരു എന്താ ചൈനയാണോ നിയന്ത്രിച്ചത്? ചൈനയാണോ നിയന്ത്രിച്ചത്? ചൈനയാണോ നിയന്ത്രിച്ച സഹോദര? അതുകൊണ്ട് വെറുതെ ആവശ്യമില്ല പറയും. ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ആർട്ടിക്കിൾ 370 പോയതും ഇപ്പൊ CAA ഉൾപ്പെടെയുള്ള പൗരത്വ ഭേദഗതി നിയമമായാലും എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്രകടന പത്രിക തയ്യാറാക്കി ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് മാൻഡേറ്റ് വാങ്ങിച്ചാണ്. ഒന്നും പിണറായി വിജയന്റെ പ്രകടന പത്രിക നടത്തി ഏതെങ്കിലും ഒരു കാര്യം പറയാം. പ്രകടന പത്രിക നടത്തിയ 2 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുത്തോ? 2 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുത്തോ? പെട്രോളിന്റെ ഡീസലിന്റെ വില കുറച്ചോ? ഗ്യാസിന്റെ വില കുറച്ചോ? ഈ പ്രകടന പത്രികയിൽ നടപ്പിലാക്കിയ ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, നമ്മളെ ക്യാമറ നേരെ ബാക്കിലേക്ക് ഒന്ന് കൊണ്ടുപോകണം. അവിടെ ഒരു ഷെഡ് ചെയ്തു വെച്ചിട്ടുണ്ട്, പ്രാദേശികമായ ഒരു ചോദ്യമാണ്. അവിടെ അത് എന്തിനാണോ എന്താണോ രാത്രിയായ അനാശാസ്യ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. ആര് ചെയ്തു വെച്ചത്? അത് ആര് ചെയ്തോ എന്ന് കോർപ്പറേഷൻ ചെയ്തതാ. ശരി, ഓക്കെ. ഒന്ന്. രണ്ടാമത്, മോഡി കൊടുത്ത ഗ്യാരണ്ടി 1% ജനങ്ങൾക്ക് മാത്രം, അദാനി അംബാനി പോലുള്ള ജനങ്ങളെ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. സാധാരണക്കാരനെ നിങ്ങൾ കാണുന്നില്ല. ഈ ബഹളം ഇങ്ങനെ വെച്ചതുകൊണ്ടൊന്നും ഇവിടെ ഒരു കാര്യവുമില്ല. മനസ്സിലായില്ലേ? സൗജന്യമായിട്ട് നിങ്ങള് പ്ലീസ് ഒരു നിമിഷം. സബ്സിഡി നൽകാതിരിക്കുന്നത് മോഡിയുടെ ഗ്യാരണ്ടിയാണ്. നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളതെല്ലാം ഞങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ഇനിയും ലിസ്റ്റുണ്ട് നടപ്പാക്കും. നിങ്ങളൊന്നും അതിനകത്ത് ഭയക്കേണ്ട കാര്യമില്ല. പെട്രോളിന് 50 രൂപ, 15 ലക്ഷം രൂപ, 15 ലക്ഷം. പെട്രോളായാലും ഡീസലായാലും ഗ്യാസ് ആയാലും എന്താണോ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ആ കാര്യങ്ങൾ നടപ്പിലാകുന്നതിനെയും ഒരു സംശയം വേണ്ട. അടുത്ത ചോദ്യമുണ്ടോ? ചോദ്യം ചോദിക്കും പെട്ടെന്ന്. ചോദ്യം ഒരു നിമിഷം ചേട്ടാ, ഒന്നിരിക്കും. ചോദ്യം പെട്ടെന്ന്. ഒരു വനിത ചോദിക്കുക, ആ ബഹുമാനെങ്കിലും കൊടുക്കുക പ്ലീസ്. ഇടതുപക്ഷ സഹയാത്രികരുടെ ഒരേ ഒരു ചോദ്യം, നിങ്ങൾ വീട്ടമ്മമാരോട് വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ഞാൻ ഈ പറയുന്ന 3 സാഹചര്യങ്ങൾ. ഒന്ന്, സപ്ലൈകോയിൽ യാതൊരുവിധ സാധനങ്ങളും ഇല്ല. അതുപോലെ KSRTC-കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ കാഷ്യൂനട്ട് ഫാക്ടറികൾ അടച്ചുപൂട്ടിയിട്ട് അമ്മമാരും ചേച്ചിമാരും പൊരിഞ്ഞ വെയിലത്ത് കുഞ്ഞുങ്ങളെ തോളിട്ടുണ്ട് ലോട്ടറി വിറ്റ് നടക്കുകയാണ്. നിങ്ങൾ അവരോട് എന്ത് പറഞ്ഞു വോട്ട് ചോദിക്കും?
സപ്ലൈകോ. CPM-ന്റെ എംപിമാര് പാർലമെന്റിലുണ്ട്. ഒന്ന് മുണ്ടുടുക്കാൻ പോലും എഴുന്നേറ്റ് നിന്ന് അവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ല, വലിയ നേതാവൊക്കെ ആയോണ്ട് വലിയ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയായിരിക്കും സാധനം വാങ്ങിക്കുന്നത്. ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ പോയ സപ്ലൈകോയിലും റേഷൻ കടയിലും കൺസ്യൂമർ ഫെഡിലും നീതി സ്റ്റോറിലെല്ലാം സാധനം കിട്ടുന്നുണ്ട്. വലിയ നേതാവായോണ്ട് വലിയ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലായിരിക്കും പോകുന്നത്. പിന്നെ CPM-ന്റെ എംപിമാർ പാർലമെന്റിൽ പോകുന്നത് പ്രസംഗിക്കാനാണ്. നരേന്ദ്രമോദിയുടെ മുമ്പിൽ മുട്ടുമടക്കാതെ ഇന്ത്യയുടെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന കരുത്തുള്ള ആളാണ് സഖാവ് ജോൺ ബ്രിട്ടാസിനെ പോലെ, സഖാവ് ആരിഫിനെ പോലെ, സഖാവ് സു വെങ്കടേഷിനെ പോലെ ഇന്ത്യൻ പാർലമെന്റിൽ ഈ വർഗീയതയ്ക്കെതിരായി അതിശക്തമായ പോരാട്ടം സംഘടിപ്പിക്കുന്നത് നരേന്ദ്രമോദിയെ കാണുമ്പോൾ വിറക്കത്തില്ല, പോയി കെട്ടിപ്പിടിക്കത്തില്ല, പോയി ചായ കുടിക്കാൻ പോകത്തില്ല. കരുത്തോടുകൂടി ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വർഗീയതയ്ക്കെതിരായി ഇപ്പൊ പൗരത്വ നിയമത്തിന്റെ ഭേദഗതി വന്നല്ലോ. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് പറഞ്ഞത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പൗരത്വ നിയമം ഒടിച്ചു മടക്കി കാണിച്ചത് കേരളമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. അതാണ് ഇടതുപക്ഷത്തിന്റെ കരുത്ത്. ഞങ്ങൾ പറയും, ഞങ്ങൾ നടപ്പിലാക്കി. ഇന്ന് കേസ് കൊടുത്ത് ഡിവൈഎഫ്ഐ ആണ് കേസ് കൊടുത്തത്. ഡിവൈഎഫ്ഐ രാജ്യത്തെ ഡിവൈഎഫ്ഐ ഈ പൗരത്വ നിയമം അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടത്തിന് പോയത് ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റിയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്ത പ്രവർത്തകർക്കെതിരായ കേസ് പിണറായി വിജയൻ ഗവൺമെന്റ് പിൻവലിച്ചോ? അതിന് വേണ്ടുന്ന ജയിലുകൾ വരെ എന്നാണ് തെറ്റിദ്ധാരണ വരുത്തുന്നത്. ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ്? ഇപ്പോ നമുക്കറിയാം ഏത് കേസാണ്, ഒരു കേസുമില്ല. ഇതൊക്കെ തെറ്റായതിലെ നിങ്ങളെ അച്ചാരം വാങ്ങിയിട്ട് നിങ്ങളെ പറ്റിക്കാണ്. നിങ്ങളെ മനസ്സിലാക്കണം. നിങ്ങളെ പോലെ പാവങ്ങളെ പറ്റിക്കാണ്. BJP-ക്കാരുടെ അച്ചാരം വാങ്ങിയിട്ട് പറ്റിക്കാനും നിങ്ങളുടെ ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെ പോലും എടുത്ത കേസുകൾ ഈ പിണറായി വിജയൻ പിൻവലിച്ചിട്ടില്ല. സഖാവ് അരുണേ, 841 കൊല്ലത്തെ ജനസഭ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ച സജീവമാക്കിയ 3 മുന്നണികളുടെയും പ്രതിനിധികൾക്കും അതുപോലെ ഇവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വീറും വാശിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ജനസഭ നാളെ പത്തനംതിട്ടയിൽ കാണാം. ശുഭരാത്രി.